എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സെൽ ഫോണുകളുടെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളുടെ വിവിധ ബ്രാൻഡുകൾ എങ്ങനെ ഫ്ലാഷ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നവ: 1. ഫ്ലാഷിംഗ് ടൂളുകൾ തിരിച്ചറിയാൻ. 2. ഒരു ഫ്ലാഷിംഗ് പ്രക്രിയ നടത്താൻ. 3. സെൽ ഫോണുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും വിവിധ ബ്രാൻഡുകൾ ഫ്ലാഷ് ചെയ്യാൻ. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്വിപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. SD കാർഡുള്ള സെൽഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ 1 നമ്പർ. സെൽഫോണിലേക്കുള്ള ഡേറ്റ കണക്ഷൻ 1 നമ്പർ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് 1 നമ്പർ. ഒരു സ്മാർട്ട് ഫോണിലെ ഫ്ലാഷിംഗ് പ്രക്രിയയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഫ്ലാഷിംഗ് എന്നത് സാധാരണയായി ഡിവൈസുകളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഫോംവെയറോ ഇൻസ്റ്റാൾ ചെയ്യുന്നതോ അപ്ഡേറ്റ് ചെയ്യുന്നതോ ആയ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പുതിയ പതിപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക, ഒരു ഇഷ്ടാനുസൃത റോം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇഷ്ടാനുസൃതമാക്കിയ പതിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ മാനുഫാക്ചററോ തേർഡ് പാർട്ടിയോ നൽകുന്ന പാച്ചുകളും അപ്ഡേറ്റുകളും അപ്ലൈ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടാം. ടാസ്ക് 1: ഫ്ലാഷിംഗ് ടൂളുകൾ തിരിച്ചറിയുക. നമുക്ക് ഫ്ലാഷിംഗ് ടൂളുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഹോംവെയറുകൾ, കസ്റ്റം റൂമുകൾ, റിക്കവറി ഇമേജുകൾ, മറ്റ് സോഫ്റ്റ്വെയർ കോമ്പണന്റുകൾ എന്നിവ ഒരു സ്മാർട്ട് ഫോണിലേക്കോ ടാബ്ലറ്റിലേക്കോ ഫ്ലാഷിംഗ് പ്രക്രിയ സുഗമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനോ യൂട്ടിലിറ്റിയോ ആണ് സ്മാർട്ട് ഫോണുകൾക്കുള്ള ഫ്ലാഷിംഗ് ടൂളുകൾ. നമ്പർ 1: ഓഡിൻ. സാംസങ് ആൻഡ്രോയിഡ് ഡിവൈസുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പോപ്പുലർ ഫ്ലാഷിംഗ് ടൂളാണ് ഓഡിൻ. സാംസങ് സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഫേംവെയർ, കസ്റ്റം റൂമുകൾ, കേർണലുകൾ, റിക്കവറി ഇമേജുകൾ എന്നിവ ഫ്ലാഷ് ചെയ്യാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. നമ്പർ 2: SP ഫ്ലാഷ് ടൂൾ. മീഡിയ ടെക്കിൽ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസുകൾക്കാണ് SP ഫ്ലാഷ് ടൂൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മീഡിയ ടെക് ചിപ്പ് സെറ്റുകളുള്ള സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഫേംവെയർ, കസ്റ്റം റൂമുകൾ, റിക്കവറി ഇമേജുകൾ എന്നിവയും മറ്റും ഫ്ലാഷ് ചെയ്യാൻ ഇത് ഉപയോക്താക്കളെ അനുവദിക്കുന്നു. നമ്പർ 3: ഫാസ്റ്റ് ബൂട്ട് അല്ലെങ്കിൽ ADB. ഫാസ്റ്റ് ബൂട്ടും ADBയും ആൻഡ്രോയിഡ് ഡീബഗ് ബ്രിഡ്ജ്, ആൻഡ്രോയിഡ് SDKയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കമാൻഡ് ലൈൻ ടൂളുകളാണ്. ഗൂഗിൾ പിക്സൽ ഡിവൈസുകളും ഫാസ്റ്റ് ബൂട്ട് മോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ആൻഡ്രോയിഡ് ഡിവൈസുകളും ഫ്ലാഷ് ചെയ്യുന്നതിന് അവ സാധാരണയായി ഉപയോഗിക്കുന്നു. ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്നതിനും പാർട്ടീഷനുകൾ ഫ്ലാഷിനും മറ്റ് താഴ്ന്ന തലത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിനും ഫാസ്റ്റ് ബൂട്ട് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. നമ്പർ 4: MI ഫ്ലാഷ് ടൂൾ. സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഫേംവെയർ ഫ്ലാഷിനായി ഷവോമി വികസിപ്പിച്ചെടുത്തതാണ് MI ഫ്ലാഷ് ടൂൾ. ഇത് സ്റ്റോക്ക് റോമുകളും കസ്റ്റം റൂമുകളും ഫ്ലാഷിനെയും അതുപോലെ തന്നെ അൺറിഗ് ഡിവൈസുകളും ചെയ്യുന്നതിനും സ്റ്റോക്ക് ഫേംവെയർ റീപ്ലേസ് ചെയ്യുന്നതിനും സപ്പോർട്ട് നൽകുന്നു. നമ്പർ 5: SPD ഫ്ലാഷ് ടൂൾ. SPD സ്പെക്ട്രം ഫ്ലാഷ് ടൂൾ. സ്പ്രെഡ് ട്രം. SPD ചിപ്പ് സെറ്റുകളാൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളിലും ഫീച്ചർ ഫോണുകളിലും ഫേംവെയർ ഫ്ലാഷിന് ഉപയോഗിക്കുന്നു. ഇത് ഫ്ലാഷിംഗ് സ്റ്റോക്ക് ഫേംവെയർ, കസ്റ്റം റൂമുകൾ, മറ്റ് ഫേംവെയർ കോമ്പണന്റുകൾ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്പർ 6: ക്വാൾകം ഫ്ലാഷ് ഇമേജ് ലോഡർ QFIL. ക്വാൾകമിൽ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫ്ലാഷിംഗ് ടൂളാണ് QFIL. ക്വാൾകം അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഫേംവെയർ, സ്റ്റോക്ക് റോമുകൾ, മറ്റ് ഫേംവെയർ കോമ്പണന്റുകൾ എന്നിവ ഫ്ലാഷ് ചെയ്യാൻ ഇത് ഉപയോക്താക്കളെ അനുവദിക്കുന്നു. നമ്പർ 7: എക്സ്പീരിയ ഫ്ലാഷ് ടൂൾ. സോണി വികസിപ്പിച്ച എക്സ്പീരിയ ഫ്ലാഷ് ടൂൾ സോണി എക്സ്പീരിയ സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഫേംവെയർ ഫ്ലാഷിന് ഉപയോഗിക്കുന്നു. ഇത് ഫ്ലാഷിംഗ് സ്റ്റോക്ക് റൂമുകൾ, കസ്റ്റം റൂമുകൾ, മറ്റ് ഫേംവെയർ കോമ്പണന്റുകൾ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്പർ 8: റിസർച്ച് ഡൌൺലോഡ് RDA ഫ്ലാഷ് ടൂൾ. RDA മൈക്രോ ഇലക്ട്രോണിക്സ് ചിപ്പ് സെറ്റുകൾ നൽകുന്ന ഫീച്ചർ ഫോണുകളിലും സ്മാർട്ട് ഫോണുകളിലും ഫേംവെയർ ഫ്ലാഷ് ചെയ്യുന്നതിന് റിസർച്ച് ഡൌൺലോഡ് ഉപയോഗിക്കുന്നു. ഇത് ഫ്ലാഷിംഗ് സ്റ്റോക്ക് ഫേംവെയർ, കസ്റ്റം റൂമുകൾ, മറ്റ് ഫേംവെയർ കോമ്പണന്റുകൾ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നു. ടാസ്ക് 2: ഒരു ഫ്ലാഷിംഗ് പ്രക്രിയ നടത്തുക. മുൻകരുതൽ. നമ്പർ 1: ബ്രാൻഡും മോഡലും ഒന്നു തന്നെയായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ഥിരീകരിക്കാനോ നെറ്റ് ഉപയോഗിച്ച് സ്ഥിരീകരിക്കാനോ കഴിയും. നമ്പർ 2: നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ആൻഡ്രോയിഡ് പതിപ്പ് ഒരിക്കലും ഡൌൺഗ്രേഡ് ചെയ്യരുത്. നമ്പർ 3: എന്തെങ്കിലും പുതുതായി ശ്രമിക്കുന്നതിന് മുൻപ് ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഡേറ്റയുടെ പൂർണ്ണമായ ബാക്കപ്പ് എടുത്തുവെക്കുക. നമ്പർ 4: മുകളിലെ ട്യൂട്ടോറിയൽ സ്റ്റോക്ക് ഫേംവെയറിലോ സ്കാറ്റർ ഫയലിനൊപ്പം വരുന്ന കസ്റ്റം റൂമിലോ മാത്രമേ പ്രവർത്തിക്കൂ. നമ്പർ 5:
സ്മാർട്ട് ഫോൺ ഫ്ലാഷ് ടൂൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡേറ്റയുടെ ബാക്കപ്പ് എടുക്കുക, കാരണം ഫ്ലാഷിംഗ് പ്രക്രിയയിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ എന്നേക്കുമായി നീക്കം ചെയ്യപ്പെടും. സ്റ്റെപ്പ് 1. നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു USB കേബിൾ ഉപയോഗിക്കുക. 2 ഡിവൈസുകളും പവർ ഓൺ ആണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങളുടെ മൊബൈൽ ഡിവൈസിനെ ഒരു സ്റ്റോറേജ് ഡിവൈസായി തിരിച്ചറിയണം. സ്റ്റെപ്പ് 3. നിങ്ങൾ ബാക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫയലുകളോ ഫോൾഡറുകളോ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4. അവ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡ്രൈവിലേക്കോ ലാപ്ടോപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസിലേക്കോ കോപ്പി പേസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 5. ബാക്കപ്പ് പ്രക്രിയ പൂർത്തിയായ ശേഷം നിങ്ങളുടെ ഫയലുകൾ നിങ്ങളുടെ ലാപ്ടോപ്പിലോ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസിലേക്കോ സുരക്ഷിതമായി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 6. പവർ ഓഫ് മെനു സ്ക്രീനിൽ വിസിബിൾ ആകുന്നതുവരെ പവർ ബട്ടൺ അമർത്തിപ്പിടിക്കുക. തുടർന്ന് നിങ്ങളുടെ ഡിവൈസ് ഷട്ട് ഡൌൺ ചെയ്യുന്നതിന് പവർ ഓഫ് അല്ലെങ്കിൽ സമാനമായ ഓപ്ഷൻ സിലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 7. ഫോണിൽ നിന്ന് കവർ ശ്രദ്ധാപൂർവം ഉയർത്താൻ നിങ്ങളുടെ നഖം അല്ലെങ്കിൽ ഒരു പ്രൈ ടൂൾ ഉപയോഗിക്കുക. അത് നീക്കം ചെയ്യാവുന്നതാണെങ്കിൽ ബാറ്ററി നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 8. നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ഫ്ലാഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് റോം അല്ലെങ്കിൽ കസ്റ്റം റോം സോഫ്റ്റ്വെയർ ഡൌൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യുക. സ്റ്റെപ്പ് 9. ഏതെങ്കിലും റോം ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ആക്യുറേറ്റ് മോഡൽ നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 10. ഡൌൺലോഡ് ചെയ്യാൻ റോമുകൾ ലഭ്യമായ ഒരു വിശ്വസനീയ വെബ്സൈറ്റിനോ ഫോറത്തിനോ വേണ്ടി നോക്കുക. ചില പോപ്പുലർ സോഴ്സുകളിൽ XDA ഡെവലപ്പർമാർ, ആൻഡ്രോയിഡ് ഫോറങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ മാനുഫാക്ചററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവ ഉൾപ്പെടുന്നു. സ്റ്റെപ്പ് 11. നിങ്ങളൊരു റെപ്യൂട്ടബിൾ റിസോഴ്സ് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പെസിഫിക് ഡിവൈസ് മോഡലിനായി റോം വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോം വേർഷനിനായി നോക്കുക. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇഷ്ടാനുസൃതം, അത് നിങ്ങളുടെ ഡിവൈസിന് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 12. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്മാർട്ട് ഫോൺ ഫ്ലാഷ് ടൂൾ ഡൌൺലോഡ് ചെയ്ത് കോപ്പി ചെയ്യുക. സ്റ്റെപ്പ് 13. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു കമാൻഡ് പ്രോംപ്റ്റോ ടെർമിനൽ വിൻഡോയോ തുറന്ന് നിങ്ങൾ ഫേംവെയർ ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത ഡയറക്ടറിയിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിവൈസിൽ ഫേംവെയർ ഫ്ലാഷ് ചെയ്യാൻ ABD ഫ്ലാഷ് ബൂട്ട് കമാൻഡുകൾ ഉപയോഗിക്കുക. കൃത്യമായ കമാൻഡുകൾ നിങ്ങൾ ഫ്ലാഷിംഗ് ഫേംവെയറിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ഫേംവെയർ ഫയലുകൾക്കൊപ്പം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 14. ഫ്ലാഷിംഗ് പ്രക്രിയയ്ക്ക് കുറച്ചു മിനിറ്റുകൾ എടുത്തേക്കാം. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. അത് പൂർത്തിയാകുന്നതുവരെ നിങ്ങളുടെ ഡിവൈസ് കണക്ട് ചെയ്യരുത്. സ്റ്റെപ്പ് 15. ഫ്ലാഷിംഗ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് റീബൂട്ട് ചെയ്യുക. പുതിയ ഫേംവെയർ ആരംഭിക്കുന്നതിനാൽ ബൂട്ടപ്പ് ചെയ്യാൻ സാധാരണയേക്കാൾ കുറച്ച് സമയമെടുത്തേക്കാം. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ: 1. ഫ്ലാഷിംഗ് ടൂളുകൾ തിരിച്ചറിയാൻ. 2. ഒരു ഫ്ലാഷിംഗ് പ്രക്രിയ നടത്താൻ. വീഡിയോ കണ്ടതിന് നന്ദി.